വെൽക്കം ടു കമല ഡെന്റൽ. ഞങ്ങൾ ഇന്ന് ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ സെജിൻ ചന്ദ്രൻ, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഓഫ് കമല ഡെന്റൽ. ഡോക്ടർ, പല്ലിൽ കമ്പിയിട്ട് നേരെയാക്കാൻ സാധിക്കാത്ത മുഖവൈകല്യങ്ങളുണ്ടോ? അതിന് സർജറി ഒരു പരിഹാരമാണോ? തീർച്ചയായിട്ടും എല്ലാ മുഖവൈകല്യങ്ങളും നമുക്ക് പല്ലിൽ കമ്പിയിട്ട് നേരെയാക്കാൻ പറ്റില്ല. അതിന് ആ താടി എല്ലിൻ്റെ വലിപ്പക്കുറവോ അല്ലെങ്കിൽ വലിപ്പ കൂടുതലോ ഉണ്ടെങ്കിൽ അതിൽ ക്രമീകരിക്കുന്ന പല്ലുകളുടെ ക്രമം നേരെയാകണമെന്നില്ല. അത് കാരണം ഉണ്ടാകുന്ന മുഖവൈകല്യങ്ങൾ, അതായത് പല്ല് തള്ളി നിൽക്കുന്നത് പോലെ തോന്നുക, മോണ കാണുന്ന രീതിയിലുള്ള ചിരി, അല്ലെങ്കിൽ താടി എല്ലിന് വലിപ്പം കുറഞ്ഞതായിട്ട് തോന്നുക, ഇവയൊന്നും തന്നെ പല്ലിൽ കമ്പിയിട്ട് മാത്രം നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളല്ല. അതിന് ചെയ്യുന്ന സർജറിക്ക് പറയുന്ന പേരാണ് ജോ കറക്ഷൻ സർജറീസ് അല്ലെങ്കിൽ ഓർത്തോഗ്നാറ്റിക് സർജറീസ്. ഡോക്ടർ, അപ്പോൾ ഇത് ചെയ്യുന്നതിന് പ്രായപരിധി ഉണ്ടോ? തീർച്ചയായിട്ടും. ഒരു കുട്ടിയുടെ എല്ലിൻ്റെ വളർച്ച, അതായത് പെൺകുട്ടികളിൽ ഒരു 16 മുതൽ 18 വയസ്സ് വരെ പ്രായവും, ആൺകുട്ടികളിൽ ഒരു 19 വയസ്സ് വരെയും നമ്മൾ ഈ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. അതായത് എക്സ്റേസിൽ കുട്ടിയുടെ എല്ലിൻ്റെ വളർച്ച പൂർത്തിയായി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത്തരം കറക്റ്റീവ് സർജറീസ് ചെയ്യാറുള്ളൂ. അല്ല എങ്കിൽ വീണ്ടും ക്രമാതീതമായ താടിയെല്ലിൻ്റെ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സർജറിയുടെ റിസൾട്ട് ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് എപ്പോഴും ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത് ജനറൽ അനസ്തേഷ്യ കൊടുത്ത് മയക്കിയിട്ടാണോ ഈ സർജറി ഒക്കെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇതൊരു ലോക്കൽ അനസ്തീഷ്യ പ്രൊസീജിയർ അല്ല. മറ്റേതൊരു സർജറിയും പോലെ രോഗിയെ പൂർണ്ണമായും ബോധക്ഷയം വരുത്തിയതിന് ശേഷം ചെയ്യുന്ന ഒരു മേജർ സർജറി തന്നെയാണിത്. ഇതിന് 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ, ചിലപ്പോൾ 6 മണിക്കൂർ വരെയും സമയദൈർഘ്യം എടുക്കാറുണ്ട്. താങ്ക് യു ഡോക്ടർ.